തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ CPIM ജില്ലാ സെക്രട്ടറി AV റസൽ. തിരുവഞ്ചൂർ BJP വോട്ട് കച്ചവട പരസ്യമായ രഹസ്യം. തിരുവഞ്ചൂർ മത്സരിക്കുമ്പോൾ കോട്ടയത്ത് BJP വോട്ട് കുറയുന്നു. 2019 ലോക്സഭയിൽ BJPക്ക് ലഭിച്ച വോട്ട് 21,564 2016 നിയമസഭയിൽ BJPക്ക് കിട്ടിയത് 12,816. 2024 ലോക്സഭയിൽ BJPക്ക് ലഭിച്ച വോട്ട് 24,214. എന്നാൽ 2021 നിയമസഭയിൽ BJPക്ക് കിട്ടിയത് 8,611 വോട്ടുകൾ മാത്രം. കടുത്തുരുത്തിയിലും സമാന വോട്ട് കച്ചവടം നടക്കുന്നുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ നമുക്കൊപ്പം ചേരുകയാണ്. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് LDFന്റെ വോട്ട് എവിടെ പോയി എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള മറുപടി? അല്ല, LDFന്റെ വോട്ട് മാത്രമല്ലല്ലോ, UDFന്റെ വോട്ടും ഗണ്യമായി കുറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ 3% വോട്ട് UDFന് കുറഞ്ഞപ്പോൾ LDFന് 1% വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. അത് പൊതുവെ പോളിംഗ് കുറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രതിഫലനമാവാനാണ് സാധ്യത. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും LDFന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, UDFന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം UDFന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നില്ല. ഇത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ വ്യത്യാസത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഞങ്ങൾ നന്നായിട്ട് മുന്നേറിയ ഒരു ജില്ലയാണ്. ഇവിടെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു ദേശീയ വികാരവും രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് വോട്ട് നമുക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും BJPയുടെ വോട്ടുകൾ വലിയ തോതിൽ കുറയുന്നുണ്ട്. അത് തിരുവഞ്ചൂരും BJPയും തമ്മിലുള്ളൊരു നീക്കുപോക്കിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നു. ഒരു സംശയമില്ല. 24,000 പര വോട്ട് ഇത്തവണ NDA സ്ഥാനാർത്ഥിക്ക് കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ ലഭിച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 21,000 പര വോട്ട് ലഭിച്ചു. ഈ രണ്ടിനും ഇടയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിക്ക് 8,200 വോട്ടാണ് കിട്ടിയത്. വലിയ വ്യത്യാസമല്ലേ? ആ വോട്ട് എവിടെ പോകുന്നു? അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ BJPയുമായിട്ട് കച്ചവടം നടത്തുന്നു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്. തിരുവഞ്ചൂരിന് കിട്ടുന്ന ഭൂരിപക്ഷം UDFന് പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടാതെ പോകുന്നത് തിരുവഞ്ചൂരും BJPയും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഭാഗമാണ്. UDFന് ഉള്ള വോട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ BJPയിൽ നിന്ന് അധികമായി സമാഹരിക്കുന്നതാണ്. ഇത് കടുത്തുരുത്തി മണ്ഡലത്തിലുണ്ട്. ഈ UDFന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്ന ഈ ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും ഇത് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമാണ്. 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 24,000 വോട്ട് വീതം കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് 8,000 വോട്ട് കുറയുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി NDAയും പറയണം, UDFും പറയണം. മോൻസ് ജോസഫിനും ഈ നീക്കുപോക്കിൽ പങ്കുണ്ടായതാണോ? മോൻസ് ജോസഫിൻ്റെ മണ്ഡലത്തിലുണ്ട്. 20,000 വോട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇപ്പോഴും 20,000 വോട്ട് തന്നെയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 11,000 വോട്ടേ ഉള്ളൂ. 9,000 വോട്ട് കുറവാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ലിജിനായിരുന്നു അന്ന് അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി കടുത്തുരുത്തി. വലിയ ഗുരുതരമായ ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുന്ന വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെ പോകുന്നു എന്നുള്ളതാണ്. BJPയും UDF നേതാക്കളും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഭാഗമാണ് ഈ വോട്ട് ചോർച്ചയെന്നാണ് CPM പറഞ്ഞു വയ്ക്കുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.